റിസർമി ഡോട്ടിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മേപ്പാടി ടൗണിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ പറ്റും. അറ്റ് എ ടൈം ഒരു 45 മെമ്പേഴ്സിന് വരെ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. നല്ലൊരു കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 10 റൂമുകളാണ് വരുന്നത്. അത് തന്നെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിലക്സ് റൂമുകളാണ്. സെക്കൻഡ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂം. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് എ ഫ്രെയിം, 2 റൂമുകളുള്ള എ ഫ്രെയിം വിത്ത് പ്രൈവറ്റ് പൂൾ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിവ്യൂസാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ആദ്യം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കവർ ചെയ്യും. അതിനുശേഷം ഓരോ കാറ്റഗറിയിൽ വരുന്ന റൂംസും ആ റൂംസിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഫെസിലിറ്റീസും ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരും. ഇവിടുത്തെ റൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 ആണ്. വീക്കെൻഡ് ഡേയ്സിൽ സെയിം പ്രൈസ് ആയിരിക്കും. വീക്ക് ഡേയ്സിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഹോളിഡേ ടൈംസ് ആ ഒരു സമയത്തൊക്കെ പ്രൈസ് സെയിം ആയിരിക്കും കേട്ടോ, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ കാറുകൾക്കും അതേപോലെ തന്നെ ട്രാവലറൊക്കെ വരുവാണെങ്കിൽ ഇവിടെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന പ്ലേ ഏരിയയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാണാം. കുറച്ച് നല്ല ഷാഡോ കിട്ടുന്ന ഏരിയയിലായിട്ടാണ് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. എബൌട്ട് 12 ഇയേഴ്സ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് കിഡ്സ് ഏരിയയിൽ അലൗഡ് അല്ല കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സ്ലൈഡർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സീസോ, പിന്നെ വേറെ ഒരു ആക്ടിവിറ്റിയും കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. കിഡ്സ് ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ചെയറൊക്കെ കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയൊരു സ്വിങ് കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ കംപ്ലീറ്റ് ഈ ഒരു നാച്ചുറൽ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള പൂളൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് പൂള് കൊടുത്തിട്ടുള്ളത്. പൂളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കംപ്ലീറ്റ് കോഫി പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പൂളിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം 1.5 മീറ്റർ താഴ്ചയുള്ള ആവശ്യത്തിന് വലുപ്പമുള്ളൊരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു ഇൻഫിനിറ്റി ടച്ച് വരുന്ന രീതിയിലുള്ളൊരു പൂളാണ് കേട്ടോ. ഇനി പൂളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ഒരു ഷവർ കഴിഞ്ഞിരിക്കണം. അതുമാത്രമല്ല ഈ കോട്ടൺ ഡ്രസ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കളറൊക്കെ ഫേഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ചെറിയൊരു ഗ്രൗണ്ടും കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. പൂളിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ചെറിയ ഇവൻറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നടത്താം. അതിനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സിറ്റിങ്ങിനുള്ള ചെറിയൊരു അറേഞ്ച്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും. ആ ചെടികൾ പറിക്കാനോ വരെ പൂവുകൾ പറിക്കാനൊന്നും പാടില്ല കേട്ടോ. അധിക റിസോർട്ടുകളിലൊന്നും കണ്ടുവരാത്ത ഒരു ഫെസിലിറ്റിയാണ് ടർഫ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഫുട്ബോളും അതേപോലെ തന്നെ ക്രിക്കറ്റ് പിന്നെ ബാഡ്മിൻ്റനൊക്കെ കളിക്കാനുള്ളൊരു ഫെസിലിറ്റി അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് സൈക്ലിംഗ് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും കൂടെ അവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടർഫ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മരത്തിൻ്റെ തണലൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നേരെ ബാർബിക്യൂ ഏരിയയും കൂടി ഒന്ന് കണ്ടിട്ട് ഈ ഭാഗത്തായിട്ടാണ് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റും അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് കട്ട് ഫ്രൂട്ടായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വരുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഏകദേശം 36 പേർക്ക് വരെ ഉള്ളൊരു സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ഡിന്നർ വേണ്ടവർക്ക് അതും ഇവിടുന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ, അതായത് ഒരു 20 മെമ്പേഴ്സിന് മുകളിലുള്ള ഗ്രൂപ്പാണെങ്കിൽ ബൊഫേ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലെ എല്ലാവിധ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഫെസിലിറ്റീസും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവാച്ച് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡിലക്സ് AC റൂമാണ്. അതും റെസ്റ്റോറൻറ്റ് നേരെ അപ്സ്റ്റെയറിലായിട്ട് വരുന്ന റൂമാണ്. നമുക്കത് കാണാം.